in the last class, നമ്മൾ ലീനിയർ വെക്ടർ സ്പേസ് ഡെഫിനിഷൻസ് പറഞ്ഞു. അതുപോലെ യൂണിറ്ററി ലീനിയർ വെക്ടർ സ്പേസ് എപ്പോഴാണ് യൂണിറ്ററി സ്പേസ് ആവുന്നത്, സ്കാലർ പ്രോഡക്റ്റ് ഡിഫൈൻ ചെയ്തു. സ്കാലർ പ്രോഡക്റ്റ് ഡിഫൈൻഡ് ആണെങ്കിൽ അതൊരു യൂണിറ്ററി സ്പേസ് ആവും. പിന്നെ സ്കാലർ പ്രോഡക്റ്റിൻ്റെ നമ്മൾ അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ വെക്ടേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ എലമെന്റ്സിനെ കുറിച്ച് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയണം. അതിൽ ഒരെണ്ണാണ് നോം ഓഫ് എ വെക്ടർ. നോം ഓഫ് എ വെക്ടർ. ഓക്കെ, ഈ പുതിയ ടെർമിനോളജികളൊക്കെ നിങ്ങൾ പഠിക്കണം കേട്ടോ. ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, കേട്ടിട്ടില്ലെങ്കിൽ ഇതൊക്കെ കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞ് പഠിച്ചോളാം. സോ നോം ഓഫ് എ വെക്ടർ, ഇത് ആക്ച്വലി നമ്മുടെ വെക്ടറിന്റെ നമ്മൾ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയില്ല കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ, അതുപോലെ തന്നെയാണ് ഈ ലീനിയർ വെക്ടർ സ്പേസിൽ നോം ഓഫ് എ വെക്ടർ ഓർ ആൻ എലമെന്റ്. അത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഇപ്പോൾ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എങ്ങനെ കിട്ടാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതായത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണ് കേട്ടാ. അതിൽ നമുക്ക് ഇപ്പോൾ വെക്ടർ എ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി, വെക്ടർ എയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, നമുക്ക് വെക്ടർ എ ഡോട്ട് എ കാണാം. അതായത് ഡോട്ട് പ്രോഡക്റ്റ് കാണാം, സ്കാലർ പ്രോഡക്റ്റ്. അപ്പോൾ ഇത് കിട്ടും, ദിസ് ഈസ് എ സ്ക്വയർ ഇൻറ്റു കോസ് 0 എന്ന് കിട്ടും അല്ലേ. ദിസ് ഈസ് എ സ്ക്വയർ ആണ്. അപ്പോൾ ഇത് എ സ്ക്വയറിൻ്റെ റൂട്ട് എടുത്താൽ മതി അല്ലേ. സോ ഇതിൻ്റെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എയുടെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതുപോലെ തന്നെയാണ് പിന്നെ അല്ലെങ്കിൽ ഇത് എഴുതിയിട്ടുള്ളത് ശരിക്കും ഇതിൻ്റെ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടാണ്, നോമിൻ്റെ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഓക്കെ, സോ നോം ഓഫ് എൻ എലമെന്റ് നമുക്കതിനെ എങ്ങനെ എഴുതാം, നോം എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. നോം എക്സ് ഈക്വൽ ടു, അതിനെ യൂഷ്വലി റെപ്രസെന്റ് ചെയ്യുക 2 ലൈൻ ഇട്ടിട്ടാണ്. ഇങ്ങനെയാണ് നോമിനെ എഴുതാം, നോം ഓഫ് എക്സ്. ഓക്കെ, സോ അത് കിട്ടാനായിട്ട് ഇതുപോലെ തന്നെ ഫോർമുല, എക്സ് എക്സ് സ്കാലർ പ്രൊഡക്റ്റ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ റൂട്ട് കാണാം. ഓക്കെ, അപ്പോൾ ഇതെന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ നോം ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തായിരിക്കും, എ സ്ക്വയറിൻ്റെ റൂട്ടല്ല, അല്ലെങ്കിൽ എക്സ് സ്ക്വയറിൻ്റെ റൂട്ടാണ്. എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പം അതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ അതും ഒരു പോസിറ്റീവ് ക്വാണ്ടിറ്റി ആയിരിക്കും. സോ ദാറ്റ് വിൽ ബി ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് വേണമെങ്കിൽ. എപ്പോഴാണ് 0 ആവുക, നോം 0 ആവണമെങ്കിൽ എക്സ് 0 ആവണം. എക്സ് 0 ആയി കഴിഞ്ഞാലാണ് ഈക്വൽ ടു വരിക. ഇൻ ഓൾ അതർ കേസസ് ഇറ്റ് വിൽ ബി ഗ്രേറ്റർ ദാൻ 0. ഓക്കെ, സോ യൂഷ്വലി നമ്മൾ ഈ നോമിനെയാണ് നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഈ നോം എന്ന് പറയുന്നതാണ് നമ്മുടെ മാഗ്നിറ്റ്യൂഡ് എന്ന് നമ്മൾ സാധാരണ പറയാം. മാഗ്നിറ്റ്യൂഡ് ഓഫ് എ വെക്ടർ ഓർ ലെങ്ത് ഓഫ് എ വെക്ടർ എന്ന് പറയാം. ഫിസിക്കൽ സ്പേസിൽ, സോ ലീനിയർ വെക്ടർ സ്പേസിലാണ് നോം എന്ന് പറയാം, ലീനിയർ വെക്ടർ സ്പേസ്. ഫിസിക്കൽ സ്പേസിൽ നമ്മൾ ഇതാണ്, ഈ ടേമുകളാണ് സാധാരണ യൂസ് ചെയ്യുക.
നമ്മുടെ നോർമൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഓർ ഫിസിക്കൽ സ്പേസിൽ നമ്മൾ ലെങ്ത് എന്നൊക്കെയാണ് പറയുക. ലെങ്ത് അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, when x is 0, norm is 0. x 0 ആവുമ്പോൾ മാത്രമാണ് ഒരു വെക്ടറിന്റെ നോം 0 ആവുക. ഓക്കെ, ഇനി നമുക്കൊരു ഇനീക്വാലിറ്റി എഴുതാൻ പറ്റും. അതായത് ഇപ്പം നമ്മൾ ഇതില് എ ഡോട്ട് ബി എന്ന് വെച്ചാൽ എന്താണ്? എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ് അല്ലേ? നമ്മുടെ സാധാരണ ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എ ബി കോസ് തീറ്റയാണ്. പക്ഷെ നമുക്കറിയാം ഈ കോസ് തീറ്റയുടെ വാല്യൂ ആക്ച്വലി വാരി ചെയ്യാണ് അല്ല, 0 to 1 അല്ല, -1 to +1. കോസ് തീറ്റയുടെ വാല്യൂ -1 to +1 വാരി ചെയ്യാണ്, 0ന്റെ അടുക്ക് വരും. ഓക്കെ, അപ്പൊ അതനുസരിച്ചിട്ട് ഈ കോസ് തീറ്റയുടെ വാല്യൂ ഈ ആംഗിൾ അനുസരിച്ചിട്ട് മാറുന്നതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ എക്സ്പ്രഷനെ ഒരു ഇനീക്വാലിറ്റി ആയിട്ട് എഴുതാം. ഓക്കെ, അതായത് ഇതില് ഈ ഇവിടെ എന്ന് പറഞ്ഞത് ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ആണ്, അല്ലെങ്കിൽ ലെങ്ത് ഓഫ് എ. ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ആണ്, ഇത് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ. ഓക്കെ, അപ്പൊ ഇതില് ഈ എ ഡോട്ട് ബി ആയിരിക്കുമോ വലുത്, എ ബി ആയിരിക്കുമോ വലുത്? ഏതായിരിക്കും വലുത്? അതായത് ഇതിനെ വേണമെങ്കിൽ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഏത് സൈഡായിരിക്കും വലുത്? എ ഡോട്ട് ബി ആയിരിക്കോ എ ബി ആയിരിക്കോ? ആരെങ്കിലും ഒന്ന് പറയൂ. ഹലോ, കേൾക്കണില്ലേ? ഞാൻ ഇപ്പൊ ഈ കോസ് തീറ്റ എഴുതാണ്ട് ഇവിടെ എഴുതിയിരിക്കുകയാണ്. കോസ് തീറ്റ ഇങ്ങനെയാണ് വാരി ചെയ്യണേ. അപ്പൊ ഇതില് ആരെങ്കിലും ഒന്ന് പറയൂ, ഈ സൈഡായിരിക്കോ റൈറ്റ് സൈഡായിരിക്കോ വലുത്? ആ, ശരിയാണ്, എ ബി ആയിരിക്കും വലുത് അല്ലേ? കാരണം എ ബിമ ഈ കോസ് തീറ്റ കൊണ്ട് നമ്മൾ മോഡുലേറ്റ് ചെയ്യുമ്പോഴാണ് എ ഡോട്ട് ബി കിട്ടുക. അപ്പൊ എ ഡോട്ട് ബിയുടെ വാല്യൂ അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, എ ഡോട്ട് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബി എന്ന് വേണമെങ്കിൽ എഴുതാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബി എന്ന് വേണമെങ്കിൽ എഴുതാം. സോ ദിസ് ഈസ് ആൻ ഇനീക്വാലിറ്റി. ഈക്വൽ ടു വരുന്നത് എപ്പോഴാണ്? ഈ തീറ്റ 0 വരുമ്പോഴാണ്. തീറ്റ 0 വരുമ്പോൾ കോസ് തീറ്റ 1 ആവും. സോ ദാറ്റ് വിൽ ബി ഈക്വൽ ടു. ഓക്കെ, അല്ലാത്ത കേസിലൊക്കെ ഈ ലെസ് ദാൻ സിമ്പിൾ ആയിരിക്കും വാല്യൂഡ് ആയിട്ടുണ്ടാവുക. ഓക്കെ, സോ ഇതിന് സിമിലർ ആയിട്ട് നമുക്ക് ഇവിടെ നോമിലും നമുക്കൊരു ഇനീക്വാലിറ്റി എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് അത്. അതായത് അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. ഈ നോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്, അതെപ്പോഴും പോസിറ്റീവ് ഡെഫിനിറ്റ് ആയിരിക്കും. നോം. ഈ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റി പോസിറ്റീവ് ആവുക. പോസിറ്റീവ് ഡെഫിനിറ്റ് മീൻസ് the quantity is positive and its inverse is also positive.
ഓക്കെ, ഒരു ക്വാണ്ടിറ്റിയും പോസിറ്റീവ് ആവുക, അതിൻ്റെ ഇൻവേഴ്സും പോസിറ്റീവ് ആകുമ്പോഴാണ് അതിനെ ഒരു ക്വാണ്ടിറ്റീനെ പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറഞ്ഞു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നോർമൽ നമ്പർ 1, 2 എന്നുള്ള നമ്പറൊക്കെ പോസിറ്റീവാണ്, പോസിറ്റീവ് ഡെഫിനിറ്റുമാണ്. ഇൻവേഴ്സ് എടുത്താലും അത് പോസിറ്റീവ് തന്നെയാണ് കിട്ടുക. ഓക്കെ, പക്ഷെ നമ്മുടെ ഐ എന്ന് പറയുന്ന കോംപ്ലക്സ് നമ്പർ ഐ നോക്കിക്കഴിഞ്ഞാൽ പ്ലസ് ഐ ആണ്, അപ്പോൾ ഇത് പോസിറ്റീവാണ്, ഐ പോസിറ്റീവാണ്. പക്ഷെ 1/i യോ, 1/i എന്ന് പറഞ്ഞാൽ എന്താ? 1/i അടിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? മുകളിലും താഴെയും ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടും? അടിയിൽ ഐ സ്ക്വയർ വരും, ദാറ്റ് ഐ സ്ക്വയർ ഈസ് മൈനസ്, സോ ദിസ് ഈസ് ഈക്വൽ ടു മൈനസ് ഐ എന്ന് വരും അല്ല. അപ്പം നമുക്ക് എന്ത് പറയാം? ഐ പോസിറ്റീവ് ആണ്, പക്ഷെ 1/i നെഗറ്റീവ് ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം ഐ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ല. സോ ഐ ഈസ് നോട്ട് പോസിറ്റീവ് ഡെഫിനിറ്റ്. ഓക്കെ, ബാക്കി ഇപ്പോൾ സാധാരണ ഒരു നമ്പറൊക്കെ ആണെങ്കിൽ പോസിറ്റീവ് ഡെഫിനിറ്റ് ആണ്. പോസിറ്റീവ് നമ്പർ ആണെങ്കിൽ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുമ്പോഴും പോസിറ്റീവ് തന്നെയായിരിക്കും. അതിൻ്റെ വാല്യൂ നോക്കണ്ട, ഫ്രാക്ഷൻ ആയിരിക്കും, പക്ഷെ അത് നോക്കണ്ട. 2 എന്ന് പറഞ്ഞ നമ്പർ പോസിറ്റീവ് ആണ്, 1/2 0.5 അതും പോസിറ്റീവ് ആണ്. സോ 2 ഈസ് എ പോസിറ്റീവ് ഡെഫിനിറ്റ്. അപ്പോൾ അതുപോലെയുള്ള ക്വാണ്ടിറ്റീസിനെയാണ് പോസിറ്റീവ് ഡെഫിനിറ്റ് എന്ന് പറയുക. ഐ പോലെയുള്ള ക്വാണ്ടിറ്റീസ് പോസിറ്റീവ് ഡെഫിനിറ്റ് അല്ല. ഓക്കെ, നൗ ലെറ്റ് us define the inequality. Inequality in the case of element. സോ നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ ഇവിടെ ഈ പറഞ്ഞ പോലെ ഈ ഇനീക്വാലിറ്റി പോലെ നമുക്ക് ഇവിടെയും പറയാം. നോം എക്സ് ഇൻറ്റു നോം വൈ, രണ്ട് എലമെന്റ് ആയിക്കോട്ടെ, രണ്ട് ഡിഫറെന്റ് എലമെന്റ്. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൽ ഇവിടെ എഴുതിയിട്ടുള്ള റൈറ്റ് സൈഡ്. നോം എക്സ് ഇൻറ്റു നോം വൈ, അത് എപ്പോഴും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? അല്ലെങ്കിൽ ഇപ്പുറത്ത് എഴുതിയ ലെസ് ദാൻ, ഇതായിരിക്കും വലുത്. നമ്മുടെ സ്കാലർ പ്രോഡക്റ്റ് എക്സ് വൈ, അതിൻ്റെ നോമിനേലും വലുതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈക്വൽ ടു ആവാം, അല്ലെങ്കിൽ ഇത് വലുതാവാം. Okay, so this inequality is known as Cauchy-Schwarz inequality. Cauchy Schwarz inequality എന്നാണ് ഇത് അറിയപ്പെടുന്നത്. Inequality. So this inequality is known as Cauchy-Schwarz inequality. ഓക്കെ, അപ്പം അത് നമുക്ക് ചില സമയത്തൊക്കെ അത് ആവശ്യം വരും. അത് നമുക്ക് വേണമെങ്കിൽ ഇനി പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നോമിനെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് വി വിൽ ടോക്ക് അബൌട്ട് സം ഓഫ് അതർ പ്രോപ്പർട്ടീസ് ലൈക്ക് നിങ്ങൾക്ക് അറിയണതാണിത്, ഓർത്തോനോർമാലിറ്റി, ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. പല സ്ഥലത്തും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, എസ്പെഷ്യലി മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും ഓർത്തോനോർമാലിറ്റി ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഇനി നമുക്ക് യൂണിറ്റ് വെക്ടർ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് യൂണിറ്റ് വെക്ടർ.
യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു it is a vector whose norm is unity. നോം യൂണിറ്റി ആയിട്ടുള്ള ഒരു വെക്ടറിനെയാണ് യൂണിറ്റ് വെക്ടർ എന്ന് പറയാം. So unit vector is a vector with norm equal to 1 with the norm unity. Okay. അപ്പോൾ സാധാരണ ഒരു ഏത് വെക്ടറിൽ നിന്നും നമുക്കൊരു യൂണിറ്റ് വെക്ടർ ഉണ്ടാക്കാൻ പറ്റും. അതെങ്ങനെയാ? അതിന് വെറുതെ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? സോ സപ്പോസ് എക്സ് ഈസ് എ വെക്ടർ, എക്സ് ഈസ് എൻ എലമെന്റ്, then you divide x by its norm. Okay, magnitude കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get a unit vector u. അതിനെ നമുക്ക് സാധാരണ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ij പോലെ ഇടാം. അല്ലെങ്കിൽ ഇത് വേണ്ട, ഇത് നമ്മൾ വേറെ ആവശ്യത്തിന് ഉപയോഗിക്കണം. Okay, so unit vector u equal to ഏത് വെക്ടറിൽ നിന്നും അങ്ങനെ ഉണ്ടാക്കാം. u equal to vector x divided by norm x. ഇങ്ങനെ ചെയ്യുന്ന ഈ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയാം? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്ക് പറഞ്ഞാൽ നല്ലതാടാ. ആരെങ്കിലും എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് നോർമലൈസ്ഡ് എന്ന് പറയും. അല്ലെങ്കിൽ ഈ പ്രോസസ്സിനെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയാം. കാരണം അതിനെ നോം 1 ആക്കി. ഈ നോം 1 ആക്കുന്നത് തന്നെയാണ് നമ്മൾ നോർമലൈസേഷൻ എന്ന് പറയുക. മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, സോ ദ പ്രോസസ് ഈസ് നോൺ ആസ് നോർമലൈസേഷൻ. ഇനി ലീനിയർ ഇൻഡിപെൻഡൻസ് അത് പറയുന്നതിന് മുമ്പ് നമുക്ക് ഈ ഓർത്തോ നോർമാലിറ്റി എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങൾ ചേരുമ്പോഴാണ്. ഒന്ന് ഓർത്തോഗണൽ. ഓക്കെ, ഓർത്തോഗണൽ പ്ലസ് നോർമലൈസ്ഡ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ അതിനെന്ത് പറയാം? ഓർത്തോ നോർമൽ എന്ന് പറയാം. അപ്പൊ എന്താണ് ഓർത്തോഗണൽ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? രണ്ട് എലമെന്റ്സ് എപ്പോഴും ഓർത്തോ നോർമൽ ആവുക, അല്ല ഓർത്തോഗണൽ ആവുക. അത് ഡോട്ട് പ്രൊഡക്റ്റ് 0 ആവുമ്പോൾ ഒരു സ്കാലർ പ്രോഡക്റ്റ് നിങ്ങളിപ്പോ സംഗതി നിങ്ങൾ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോഴും ഈ ലീനിയർ വെക്ടർ സ്പേസിന്റെ ഡെഫിനിഷനിൽ കൂടെ പറഞ്ഞോളാം. സ്കാലർ പ്രോഡക്റ്റ് 0 ആവുമ്പോൾ നമുക്കത് അങ്ങനെ അതിൽ നിന്ന് മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ ടെർമിനോളജികളിൽ നിന്ന് ലീനിയർ വെക്ടർ സ്പേസിന്റെ ടെർമിനോളജികളിലേക്ക് മാറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം നമ്മൾ ഓൾറെഡി അതായിട്ട് നല്ല ഫെമിലിയർ ആണ്. ഓക്കെ, പക്ഷെ നമ്മളിപ്പോൾ ഈ ജനറൽ കേസ് ലീനിയർ വെക്ടർ സ്പേസിലെ ആ ടെർമിനോളജിയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, സോ if xy scalar product is 0, then we can say that this is x and y are orthogonal. If this is true, then we say that x and y are orthogonal to each other. Orthogonal to each other. ഓക്കെ, ഇനി ഇത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്തിന് കറസ്പോണ്ടിങ് ആണ്? ഈ ആരാ പറഞ്ഞത്? പറഞ്ഞ ആളാരാ? കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ
എന്തിന് ഈക്വലന്റ് ആണ്? നമ്മളിപ്പോ പറഞ്ഞ ആരാ പറഞ്ഞത്? ഐശ്വര്യ. ഐശ്വര്യ. ഓക്കെ. സോ ഐശ്വര്യ പറഞ്ഞ പോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇത് എ ഡോട്ട് ബിക്ക് ഈക്വൽ അല്ലെങ്കിൽ എക്സ് ഡോട്ട് വൈക്കോ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആവാം. എപ്പോഴാണ് 0 ആവുക? എയും ബിയും 0 ആവുമ്പോൾ 0 ആവാം. അതല്ല നമുക്ക് വേണ്ടത്. അത് ട്രിവിയൽ പെർപെൻഡിക്കുലർ ആകുമ്പോ പെർപെൻഡിക്കുലർ ആകുമ്പോ തീറ്റ ഈക്വൽ ടു 90 ഡിഗ്രി അല്ലെങ്കിൽ പെർപെൻഡിക്കുലർ എന്നൊക്കെ പറയില്ലേ. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതാണ് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഡിയ. പക്ഷെ ജനറലി നമ്മൾ പെർപെൻഡിക്കുലർ എന്നുള്ള വാക്ക് അത് കാർട്ടീഷ്യൻ 90 ഡിഗ്രി എന്നൊക്കെ ഉള്ളത് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലാണ് ഉപയോഗിക്കുക. ലീനിയർ വെക്ടർ സ്പേസിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് ഓർത്തോഗണൽ എന്നാണ്. അപ്പൊ അത് ഓൾമോസ്റ്റ് പെർപെൻഡിക്കുലറിന് ഈക്വലന്റ് ആണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ആണെങ്കിൽ. അപ്പൊ രണ്ട് വെക്ടർ തമ്മിലുള്ള സ്കേലർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ ഈ എക്സും വൈയും നോൺ സീറോ ആയിരിക്കണം കേട്ടോ. എക്സ് നോട്ട് ഈക്വൽ ടു 0 ആവണം, വൈ നോട്ട് ഈക്വൽ ടു 0 ആവണം. അങ്ങനത്തെ കേസിൽ നമ്മൾ രണ്ട് വെക്ടേഴ്സ് തമ്മിലുള്ള സ്കേലർ പ്രൊഡക്റ്റ് 0 ആണെങ്കിൽ വി സേ ദാറ്റ് എക്സ് ആൻഡ് വൈ ആർ ഓർത്തോഗണൽ ടു ഈച്ച് അതർ. ഓക്കെ. ഇനി എക്സും വൈയും യൂണിറ്റ് വെക്ടേഴ്സ് അല്ല, നമുക്ക് അതിനൊക്കെ വേണമെങ്കിൽ യൂണിറ്റ് വെക്ടേഴ്സ് ആക്കാം. നേരത്തെ പറഞ്ഞ പോലെ നോർമലൈസ് ചെയ്യാം. എക്സിനെ എക്സിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂണിറ്റ് വെക്ടർ ആവും. വൈനെ വൈയുടെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ യൂണിറ്റ് വെക്ടർ ആവും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു സെറ്റ് ഓഫ് യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. എ സെറ്റ് ഓഫ് u1 u2 എക്സിട്ര un. ഇങ്ങനെ ഒരു യൂണിറ്റ് വെക്ടേഴ്സ് കുറെ ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ. ഇതിനെ നമുക്കൊരു ഇത് ഓർത്തോഗണലും ആവണം, നോർമലൈസ്ഡും ആയിരിക്കണം. നോർമലൈസ്ഡ് ആണ് കാരണം എല്ലാവരും യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, നോർമലൈസ്ഡ് ആണ്. ഇനി ഓർത്തോഗണലും കൂടി ആവണം. ഓക്കെ. എങ്കിൽ നമുക്ക് അതിനെ ഒരു ഓർത്തോനോർമൽ സെറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. ഓർത്തോനോർമൽ സെറ്റ്. ഓക്കെ. ഇതിന് വേണമെങ്കിൽ ഇങ്ങനെ ഒരു സെറ്റ് പോലെ വിളിക്കാം. കാരണം എല്ലാം യുണീക്ക് ആയിരിക്കും. ഒരു എലമെന്റ് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ. സോ ദിസ് ഈസ് നോൺ ആസ് എൻ ഓർത്തോനോർമൽ സെറ്റ്. അപ്പൊ അതിന് ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ. അപ്പൊ അത് രണ്ടും കൂടെ നമ്മൾ എങ്ങനെ എഴുതുക? നമ്മൾ ഓൾറെഡി BSc ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. രണ്ടും കൂടെ നമുക്ക് എങ്ങനെ എഴുതാം? സ്കാലർ പ്രൊഡക്റ്റ് UI, UJ ഈക്വൽ ടു എന്തെന്ന് എഴുതാം? UI UJ ഈക്വൽ ടു ഓർത്തോഗണലും ആവണം, നോർമലും ആവണം. അതിന് നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവം ഉണ്ട് ഇവിടെ. അതെന്താ? ഇപ്പൊ നമ്മൾ IJKയുടെ കേസിലും അങ്ങനെ എഴുതും. നമ്മൾ IJK എല്ലാവരും എന്താണ്? നോർമലൈസ്ഡ് ആണ്. അതുപോലെ മൂന്നും പെർപെൻഡിക്കുലർ ആണ് അല്ലേ? മൂന്നും ഓർത്തോഗണൽ ആണ്. സോ നമുക്ക് ഇതുപോലെ എഴുതാം. യൂണിറ്റ് വെക്ടേഴ്സ് IJKയുടെ കേസിലും ഇതുപോലെ സ്കാലർ പ്രൊഡക്റ്റ് എഴുതാം. ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്താ എഴുതാം? നമ്മള് എന്തെഴുതാ? BScക്ക് പഠിച്ചിട്ടുള്ളതാണ്. UI UJ ഈക്വൽ ടു ക്രോണക്കൽ ഡെൽറ്റ IJ. Okay. So the delta IJ is known as Kronecker delta. അതിന്റെ പ്രോപ്പർട്ടി എന്താണ്? when I equal to J, ഐയും ജെയും ഈക്വൽ ആണെങ്കിൽ ക്രോണക്കൽ ഡെൽറ്റ ഈസ് എത്രയാ? 1 ആണ്. I നോട്ട് ഈക്വൽ ടു ജെ ആണെങ്കിൽ ക്രോണക്കൽ ഡെൽറ്റ 0 ആയിരിക്കും. ഇതാണ് ക്രോണക്കൽ ഡെൽറ്റയുടെ പ്രോപ്പർട്ടി. ഓക്കെ. ഈ പ്രോപ്പർട്ടി ഉള്ള ക്രോണക്കൽ ഡെൽറ്റ, ഡിറാക് ഡെൽറ്റ ഒക്കെ അറിയണല്ലോ നിങ്ങൾക്ക്. ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും അല്ലേ?
വേറെ എവിടെയെങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. BSc പഠിച്ചിട്ടുണ്ട് നമ്മൾ. ക്വാണ്ടം മെക്കാനിക്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്. ക്രോണക്കൽ ഡെൽറ്റ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. ഐ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം നമുക്കറിയാം ഐ ഡോട്ട് ഐ എത്രയാ? ഐ ഡോട്ട് ഐ ഈക്വൽ ടു ജെ ഡോട്ട് ജെ ഈക്വൽ ടു കെ ഡോട്ട് കെ. ദിസ് ഈസ് ഈക്വൽ ടു 1 അല്ലേ? ഐ ഡോട്ട് ഐ, ജെ ഡോട്ട് ജെ, കെ ഡോട്ട് കെ ഓൾ ആർ 1. ഇനി മറ്റേ ഐ ഡോട്ട് ജെ ഈക്വൽ ടു ജെ ഡോട്ട് കെ ഈക്വൽ ടു കെ ഡോട്ട് ഐ ഈക്വൽ ടു ഇതെല്ലാം 0 ആയിരിക്കും. ഓക്കെ, യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട് ക്യാപ്പ് ഇടാൻ എല്ലാത്തിനും. സോ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ ഇത് പഠിച്ചിട്ടുള്ളതാണ്. അവിടെയും നമുക്ക് ഇതുപോലെ എഴുതാം. അവിടെ നമ്മൾ ഈ ജനറലായിട്ട് എഴുതണമെങ്കിൽ U1 U2 എന്നുള്ള ഫോമിൽ എഴുതണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ സെയിം ആണെങ്കിൽ 1, ഡിഫറെൻ്റ് ആണെങ്കിൽ 0. അതാണ് ക്രോണക്കൽ ഡെൽറ്റയുടെ ഡെഫിനിഷൻ. അതായത് ഇൻഡെക്സുകൾ തമ്മിൽ, ഈ ക്രോണക്കൽ ഡെൽറ്റയുടെ ഇൻഡെക്സുകൾ തമ്മിൽ സെയിം ആണെങ്കിൽ 1, ഡിഫറെൻ്റ് ആണെങ്കിൽ 0. അത്ര ഓർത്തിരുന്നാൽ മതി. സോ അതിൽ നിന്ന് നമുക്ക് UI UJ സ്കലർ പ്രോഡക്റ്റ് ഈക്വൽ ടു ഡെൽറ്റ IJ എന്നുള്ളത് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ UI UJ നെ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ ഇവിടെ IJ ഈക്വൽ ടു 1 2 3 എക്സെട്ര n കേട്ടാ. ഈ ഇപ്പം നമ്മൾ എഴുതിയ എക്സ്പ്രഷനിൽ IJ ഈക്വൽ ടു 1 2 എക്സെട്ര അപ് ടു n ഏത് വേണമെങ്കിലും ആവാം. ഐക്കും ജെക്കും 1 2 എക്സെട്ര അപ് ടു n ആവാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ സെറ്റിനെ നമ്മൾ എന്ത് പറയും? ഓർത്തോ നോർമൽ സെറ്റ് എന്ന് പറയും. ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ വി കാൻ കോൾ ദിസ് വൺ ആസ് ഓർത്തോ നോർമൽ സെറ്റ്. സെറ്റ് U1 U2 എക്സെട്ര UN. ഓക്കെ, ഇത്രയും ക്ലിയർ അല്ലേ? ഇത് ക്ലിയർ അല്ലേ? ഓർത്തോ നോർമൽ സെറ്റ് എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി അടുത്തത് നമുക്ക് ലീനിയർ ഇൻഡിപെൻഡൻസ് ആണ്. നമ്മുടെ ഹെഡിങ് അതാണ്, ഓർത്തോ നോർമാലിറ്റി ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഓർത്തോ നോർമാലിറ്റി ആൻഡ് ലീനിയർ ഇൻഡിപെൻഡൻസ്. ഇവിടെ മാനുവൽ ഓർത്തോ ആൻഡ് അടുത്തത് ലീനിയർ ഇൻഡിപെൻഡൻസ്. എപ്പോഴാണ് രണ്ട് എലമെന്റ്സ് തമ്മിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുക? അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് എലമെന്റ്സ് തമ്മിൽ, അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തമ്മിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുക? ഓക്കെ, എപ്പോഴാണ് ആവുക? സോ U1 എന്ന് മുമ്പ് പറഞ്ഞ ഈ സെറ്റ് തന്നെ എടുക്കുക. എപ്പോഴാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുക? ലീനിയർലി ഇൻഡിപെൻഡന്റ് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരെണ്ണത്തിന് മറ്റുള്ളതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റരുത്. ഓക്കെ, if none of the element can be expressed as linear combination of other elements. അതാണ് കണ്ടീഷൻ. ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് എന്ന് പറയണമെങ്കിൽ നൺ ഓഫ് ദി എലമെന്റ് അല്ലെങ്കിൽ വെക്ടർ can be expressed as, പറ്റില്ല എന്നാണ് കേട്ടോ അർത്ഥം, expressed as linear combination of other vectors.
other elements. അതായത് ഇപ്പോൾ u1 ഈക്വൽ ടു 2u2 എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. കാരണം u1 u2നെ വെറുതെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയി. അങ്ങനെ എഴുതാൻ പറ്റരുതെന്നാണ് പറയുന്നത്. അതായത് ലീനിയർ കോമ്പിനേഷൻ മാത്തമാറ്റിക്കലി നിങ്ങൾ ഇത് പഠിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഇത് നന്നായിട്ട് മനസ്സിലാക്കണം കേട്ടോ. അത് ഇടയ്ക്ക് ഇതൊരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. പല സ്ഥലത്തും നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാവുന്ന ഒരു ഐഡിയ ആണ് ലീനിയർ ഇൻഡിപെൻഡൻസ്. മാത്തമാറ്റിക്കലി ഇതിന്റെ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഈ ലീനിയർ കോമ്പിനേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് ഇതിനെ ഇങ്ങനെ എഴുതാം, ഒരു കോൺസ്റ്റന്റ് ഇൻറ്റു സി ഐ യു ഐ എന്ന് വേണമെങ്കിൽ എഴുതാം. സി ഐ യു ഐ കോൺസ്റ്റന്റ് C1 U1 C2 U2 പ്ലസ് എക്സെട്ര CN UN. അതാണ് ഈ ലീനിയർ കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ ഇതിനെ ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ഓവർ I ഈക്വൽ ടു 1 to n CI UI എന്ന് എഴുതാം. ഓക്കെ, സോ ഇത് ഈക്വൽ ടു 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്തെന്നാ? ഇത് ഈക്വേഷൻ ട്രൂ ആണെങ്കിൽ അതിന്റെ അർത്ഥം ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെന്ന് അർത്ഥം. കാരണം നമുക്കിപ്പോൾ ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ വരിക? C1 U1 പ്ലസ് C2 U2 പ്ലസ് C3 U3 എക്സെട്ര CN UN ഈക്വൽ ടു 0. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ എഴുതാം? C1 U1 ഈക്വൽ ടു മറ്റേതിനെല്ലാം കൂടെ ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഒരു എലമെന്റിനെ മറ്റുള്ള എലമെന്റുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാം എന്നാണ് അതിന്റെ അർത്ഥം. ഈ ഇക്വേഷൻ ട്രൂ ആവാൻ പാടില്ല. ഓക്കെ, എങ്കിൽ മാത്രമാണ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുള്ളൂ. അപ്പൊ ഇത് ട്രൂ ആവാണ്ടിരിക്കണമെങ്കിൽ എന്ത് വേണം? UI so this equation is valid. ഇത് വാലിഡ് ആവണത് only when the constants are 0. CI equal to 0 ആവുമ്പോൾ മാത്രമാണ് ഇത് വാലിഡ് ആവാൻ പാടുള്ളൂ. ഓക്കെ, എങ്കിൽ മാത്രമാണ് നമ്മൾ ഇതിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുന്നത്. ഇത് നോർമലി ഇത് എല്ലാ കോൺസ്റ്റന്റുകളും 0 ആകുമ്പോൾ ട്രൂ ആവും. അത് ട്രിവിയൽ ഇക്വേഷൻ ആണ്. അത് സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അല്ലാണ്ട് ഈ CIകളൊക്കെ വാല്യൂ വന്നിട്ട് ഇങ്ങനെ ഒരു ഇക്വേഷൻ എഴുതാൻ പാടില്ല. ഇത് ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അപ്പൊ ഞാൻ നിങ്ങളോട് ഒരു വേറെ എക്സാമ്പിൾ ചോദിക്കാം. സൈൻ തീറ്റ കോസ് തീറ്റ ഫങ്ഷൻസ് ആണ് കേട്ടോ, വെക്ടേഴ്സ് അല്ല. സൈൻ തീറ്റ കോസ് തീറ്റ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? സൈൻ തീറ്റ കോസ് തീറ്റ. ഇത് ഞാൻ നിങ്ങൾക്ക് കാര്യം മനസ്സിലായോന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സൈൻ തീറ്റ കോസ് തീറ്റ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? ആരാ പറയാ? അഖിലില്ലേ? 10 ആളുകളല്ലോ. ഓക്കെ, ഞാൻ എന്തായാലും റെക്കോർഡ് ചെയ്തിടുന്നുണ്ട്, ബാക്കിയുള്ളവരോട് കണ്ടാൽ മതി. അപ്പൊ ഇത് പറ, സൈൻ തീറ്റ കോസ് തീറ്റ ഫങ്ഷൻസ് ആണ് കേട്ടോ, എലമെന്റ്സ് അല്ല, വെക്ടേഴ്സ് ഒന്നുമല്ല. ഈ ലീനിയർ ഇൻഡിപെൻഡൻസ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ അപ്ലൈ ചെയ്യാം. രണ്ട് ഫങ്ഷൻസ് സൈൻ തീറ്റ ആൻഡ് കോസ് തീറ്റ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ? വേഗം പറ. അല്ലെങ്കിൽ രണ്ട് ഫങ്ഷൻസ് f1 ഓഫ് എക്സും f2 ഓഫ് എക്സും അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ ഡിപെൻഡന്റ് ആണോ എന്ന് എങ്ങനെ പെട്ടെന്ന് അറിയാം? പെട്ടെന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇത് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ,
ഡിവൈഡ് ചെയ്ത് നോക്കുക. ഉത്തരം ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ എന്താണ്, ഇവിടെ ഒരു കോൺസ്റ്റന്റ് വന്നു എന്ന് വെച്ചോ. ഇവിടെ ഒരു കോൺസ്റ്റന്റ് വന്നു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ, f1 of x ഈക്വൽ ടു കോൺസ്റ്റന്റ് ടൈംസ് f2 of x എന്നർത്ഥം. എന്ന് വെച്ചാൽ എൻ്റെ അർത്ഥം എന്താ, ദേ ആർ ലീനിയർലി, ഒരെണ്ണം മറ്റേതിന്റെ കോൺസ്റ്റന്റ് ടൈംസ് ആണ്. സോ ദേ ആർ ഡിപ്പെൻഡന്റ്. അത് ഇൻഡിപെൻഡന്റ് അല്ല. സൈൻ തീറ്റ അപ്പൊ ഇവിടെ നോക്കൂ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ കോൺസ്റ്റന്റ് ആണോ? കോൺസ്റ്റന്റ് ആണോ ഉത്തരം? ഉത്തരം എന്താ? ടാൻ തീറ്റ ആണ്. ടാൻ തീറ്റ കോൺസ്റ്റന്റ് അല്ല, വേരിയബിൾ ആണ്. സോ വേരിയബിൾ ആണെങ്കിൽ അപ്പൊ ഇത് രണ്ടെണ്ണം തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ വേരിയബിൾ ആണെങ്കിൽ ദേ ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. കോൺസ്റ്റന്റ് ആണെങ്കിലോ, ഒരു കോൺസ്റ്റന്റ് ആണെങ്കിൽ, കോൺസ്റ്റന്റ് k ആണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. ഒരു വേരിയബിൾ ആണെങ്കിൽ, നോട്ട് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഇതാണ് ഇത്. പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഇത് നമ്മൾ പറഞ്ഞ ഐഡിയ ഇവിടെ തന്നെ അത് തന്നെയാണ് ഇവിടെ. ഒരു എലമെന്റ് കോൺസ്റ്റന്റ് ടൈംസ് മറ്റുള്ള എലമെന്റ്സ് ആവാതിരിക്കുക, എങ്കിൽ മാത്രമാണ് അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവുക. ഓക്കെ, നിങ്ങൾ മാത്തമാറ്റിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. ഇനി നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ഐഡിയ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഒരു ഓർത്തോനോർമൽ സെറ്റിലെ വെക്ടേഴ്സ്, the vectors belonging to an orthonormal set ഇവരെന്തായാലും എന്തായിരിക്കും, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ആർ ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഓക്കെ, vectors belonging to an orthonormal set are surely linearly independent. ഞാൻ ഒന്നുകൂടെ മാറ്റിട്ട് എഴുതാം. are